ഇത് ബിരിക്കളം ടൗണാണ് കേട്ടോ. ബിരിക്കളം ടൗണിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവിടെ ഫിഷ് സ്റ്റാൾ എന്ന് പറഞ്ഞ സംഭവമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേക്കുന്നുണ്ട്. ഒരു 6-7 മാസമായിട്ട് നിലവിലില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മീൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് ഒരാൾ ഉണ്ട്. അതിനോട് ചേർന്ന ഒരാൾ വന്നിരിക്കുന്നുണ്ടോ. എൻ്റെ സ്റ്റാളിവിടെ തൊട്ടപ്പുറത്ത് വേറൊരാൾ. പുള്ളിക്കാരൻ ചെയ്ത പണി എന്നാണെന്നറിയോ? നമ്മളിവിടെ 1 കിലോ മത്തി 100 രൂപയ്ക്ക് വിൽക്കുന്നു, അയല 220 രൂപയ്ക്ക് വിൽക്കുന്നു. പിന്നെ ചരു, നത്തൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് മാത്രം കൊടുക്കുന്നു, വലിയ കൊള്ളലാഭമൊന്നും എടുക്കാതെ. അപ്പം നമ്മളെങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവിടെ ആൾ പുതിയ സ്റ്റാൾ സെറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഉണ്ടോ മീൻ കിടക്കുന്നുണ്ടോ. പുള്ളിയുടെ അവിടെ മത്തിക്ക് 1.5 കിലോ 100. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്നായാലും പിന്നെ ഹാർബറിൽ പോയി എടുത്താലും 1 കിലോയ്ക്ക് ശരാശരി 57 രൂപ 60 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിന് വലിയ കൊള്ള ലാഭം എടുത്തിട്ടൊന്നുമല്ല. 40 രൂപയെങ്കിലും കിട്ടണം, എന്നെങ്കിലും നമുക്ക് കൂലിയും വണ്ടിയുടെ മെയിൻ്റനൻസും പിന്നെ അങ്ങനെയുള്ള ചിലവുകളെല്ലാം നമുക്ക് ഊരി കിട്ടത്തുള്ളൂ. എന്നിട്ട് പുള്ളി ഇപ്പോൾ കൊടുക്കുന്നതെന്നു വെച്ചാൽ മത്തിക്ക് 1.5 കിലോ 100, അയല 160 രൂപ. അയല നമുക്ക് അവിടെ കിട്ടുന്നത് തന്നെ 160 രൂപ 170 രൂപയ്ക്കാണ് അവിടെ തന്നെ അയല കിട്ടുന്നത്. പുള്ളി ഇവിടെ കൊടുക്കുന്നത് 160 രൂപയ്ക്ക്. മറ്റുള്ള സാധനങ്ങളും അതുപോലെ തന്നെ. ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നേ, ഒരാളൊരു പ്രസ്ഥാനമായിട്ട് വരുമ്പോൾ അതിന് കീഴേ വരും. അത്രയും കാലം ആർക്ക് ഇടുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് കീഴേ കൊണ്ടിടും. എന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും ഒരു ഓടിക്കാന്നുള്ളതല്ലേ തനി മലയാളി.